എല്ലാവർക്കും സ്വാഗതം. ഓവറോളിംഗ് ഓഫ് ഫ്ലൈ വീലിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റിയർ എൻഡിലാണ് ഫ്ലൈ വീൽ ഫിറ്റ് ചെയ്യുന്നത്. എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ഫ്ലൈ വീൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഓവറോളിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഫ്ലൈ വീൽ ഓവറോളിംഗ് എന്ന് പറയുന്നത്. ഫ്ലൈ വീൽ വർക്ക് ചെയ്യുന്നത് എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റിനെ യൂണിഫോം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു റിംഗ് ഗിയർ കൂടി ഫ്ലൈ വീലിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഒരു നിശ്ചിത വെയിറ്റുള്ള ഒരു വീലാണ്. അപ്പോൾ ഒരുപാട് കാലം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ വീലിന് അതിൻ്റെ മെറ്റീരിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് വാർപ്പേജ് സംഭവിക്കാം. അതേപോലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിംഗ് ഗിയർ ടീത്തുകൾ പൊട്ടുകയോ തേയ്മാനം സംഭവിക്കുകയോ ചെയ്യാം. ആദ്യം ഫ്ലൈ വീൽ വാർപ്പേജ് അല്ലെങ്കിൽ റൺ ഔട്ട് എങ്ങനെ പരിശോധിക്കും എന്ന് നോക്കാം. ഇതിനു വേണ്ടി പല രീതികൾ ഉപയോഗിക്കാം. ഒരു രീതിയിൽ ചെക്ക് ചെയ്യാനുള്ള ഫ്ലൈ വീല് ഒരു ഫ്രഷ് ഫ്ലൈ വീലിൻ്റെ അതേ ഡിസൈനിലുള്ള ഒരു പുതിയ ഫ്ലൈ വീലിനോടൊപ്പം ഒരു നിരപ്പായ പ്രതലത്തിൻ്റെ മുകളിൽ ചേർത്ത് വെക്കുക. അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ രണ്ട് ഫ്ലൈ വീലും ഒരേ നിരപ്പിലുണ്ടാവണം. എന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ലെവല് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇവിടെ കാണാം അതിൻ്റെ ലെവല് മാറിപ്പോകുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൈറ്റിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഫ്ലൈ വീലിന് വാർപ്പേജ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയും ഇവിടെ കാണാം. ഫ്ലൈ വീലിൻ്റെ മുകളിൽ സർഫസിൽ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഒരു മാഗ്നറ്റിക് ബേസിൻ്റെ സഹായത്തോടു കൂടി സെറ്റ് ചെയ്ത് അതിൻ്റെ പ്ലഞ്ചർ 0 സെറ്റ് ചെയ്യാം. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നീഡിൽ 0-യിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ എത്ര മാത്രം ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം വാർപ്പേജ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ വാർപ്പേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർഫസ് പ്ലേറ്റിൻ്റെ സർഫസ് റീഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഫ്ലൈ വീലിൻ്റെ ഔട്ടർ എഡ്ജിൽ ഡബിൾ പിൻസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഊരിയെടുക്കണം. അത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ ടൂൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. എങ്ങനെയാണ് ഡബിൾ പിന്ന് ഊരിയെടുക്കുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഡബിൾ പിന്ന് ടൈറ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുകളിലുള്ള സ്ക്രൂ ടൈറ്റ് ആക്കുമ്പോൾ അടിയിൽ ഡബിൾ പിന്നിനെ നന്നായിട്ട് പിടിക്കും, ടൈറ്റായിട്ട് നിൽക്കും. ഇനി ഈ അറ്റാച്ച്മെൻറ്റ് അതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യണം. ഇതൊരു വെയിറ്റുള്ള വീലാണ്, ഹാമറിങ് പോലെ ഉള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ത്രെഡ് കാണാം, അത് അതിലേക്ക് അറ്റാച്ച് ചെയ്യുക, ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതുകൊണ്ട് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് എടുക്കാം, അടിച്ചെടുക്കാം. നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടർ ഊരിയെടുക്കാനും ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഫ്ലൈ വീലിൻ്റെ സർഫസ് ക്ലീൻ ചെയ്യുക. ഇത് ഗ്രൈൻഡിങ് മെഷീൻ്റെ ബേസ് പ്ലേറ്റ് ആണ്. അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാനുള്ള അറ്റാച്ച്മെൻറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്ത ഫ്ലൈ വീല് അറ്റാച്ച്മെൻറ്റിലേക്ക് സെൻറ്റർ ചെയ്ത് ഫിറ്റ് ചെയ്യുക. ഇവിടെ ഫ്ലൈ വീലിൻ്റെ ഔട്ടർ സർഫസ് 2 സ്റ്റെപ്പായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് കാണാം. ഒരേ ലെവലല്ല ഉള്ളത്. അപ്പോൾ ഈ ഹൈറ്റ് ഇതൊരു നിശ്ചിത അളവിൽ വേണം. അപ്പോൾ ഫ്ലൈ വീല് അതിൻ്റെ പൊസിഷനിൽ കറക്റ്റായിട്ട് മൗണ്ട് ചെയ്തതിന് ശേഷം ഈ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് അളന്ന് നോക്കണം. അളന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റോട് കൂടി ഉപയോഗിക്കാം. ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഫ്ലൈ വീലിൻ്റെ സർഫസിൻ്റെ മുകളിൽ ഇതേപോലെ വെക്കുക. വെച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് കൂടിയ ഭാഗത്ത് 0 സെറ്റ് ചെയ്യുക.
0 സെറ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് ഇറക്കുമ്പോൾ എത്ര പ്ലഞ്ചർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അതായിരിക്കും അതിൻ്റെ ഹൈറ്റ്. ഇനി ഫ്ലൈ വീൽ കറക്റ്റ് സെൻറ്റർ ആയിട്ടാണോ ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി പരിശോധിക്കാം. അപ്പോൾ ഇത് സെൻറ്റർ ആക്കിയതിന് ശേഷം, അതിൻ്റെ ഫിറ്റിംഗ് കറക്റ്റ് സെൻറ്റർ ആക്കിയതിന് ശേഷം ബോൾട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സർഫസ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ അപ്പർ സ്റ്റെപ്പ് പോർഷൻ ആദ്യം ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രൈൻഡിങ് മെഷീൻ, സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ ഇവിടെ കാണാം. ഇതിൻ്റെ ഗ്രൈൻഡർ ഹെഡ് ഇത് താഴേക്കും മുകളിലേക്കും മൂവ് ചെയ്യിക്കാൻ കഴിയും. എത്ര മൂവ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അളന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഗേജസ് മുകളിലും താഴേക്കായിട്ട് വീൽ എത്ര ടേൺ ചെയ്യുമ്പോൾ എത്ര മില്ലിമീറ്റർ അല്ലെങ്കിൽ എത്ര പാർട്ട് ഓഫ് ഇഞ്ച് മൂവ് ചെയ്യും എന്നുള്ളത് കാണാം. മെഷീൻ്റെ വർക്ക് ടേബിൾ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള സ്വിച്ച്, മെഷീൻ ഓൺ ചെയ്യാനുള്ള സ്വിച്ച്, കൂളൻ്റ് സപ്ലൈ ചെയ്യാനുള്ള മോട്ടോർ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സ്വിച്ചുകൾ കാണാം. ഇത് എങ്ങനെയാണ് ഗ്രൈൻഡ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കുക. ടോപ്പ് സർഫസ് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം എത്രത്തോളം മെറ്റൽ റിമൂവ് ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളത് വീണ്ടും ഒന്നും കൂടി അളന്ന് നോക്കുക. അപ്പോൾ ഈ റിമൂവ് ചെയ്യപ്പെട്ട അളവിലേക്ക് ഇനി താഴത്തെ സ്റ്റെപ്പ് വീണ്ടും ഗ്രൈൻഡ് ചെയ്ത് കുറയ്ക്കണം. അപ്പോഴേ സ്റ്റെപ്പ് ഹൈറ്റ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന അളവിലേക്ക് എത്തുള്ളൂ. ഗ്രൈൻഡിങ്ങിന് ശേഷം കറക്റ്റാണോ ഗ്രൈൻഡ് ചെയ്ത അളവ് എന്നുള്ളത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഹൈറ്റ് പഴയ അളവിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. ഇനി റിംഗ് ഗിയർ എങ്ങനെയാണെന്ന് പരിശോധിച്ച് റിംഗ് ഗിയർ മാറ്റിയിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം റിംഗ് ഗിയറിൻ്റെ കണ്ടീഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കുക. റിംഗ് ഗിയറിന് തേയ്മാനമോ ടീത്തുകൾക്ക് പൊട്ടലോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അത് വ്യക്തമായിട്ട് പരിശോധിക്കുക. എവിടെയെങ്കിലും വല്ല വിള്ളലോ പൊട്ടലോ എക്സസീവ് വിയർനെസ്സോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഇനി ഇത് ഊരിയെടുക്കണമെങ്കിൽ ആദ്യം ഫ്ലൈ വീലിൻ്റെ റിംഗ് ഗിയർ ഒന്ന് ചൂടാക്കണം. കാരണം ഫ്ലൈ വീലിൽ റിംഗ് ഗിയർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻ്റർഫറൻസ് ഫിറ്റിലാണ്. അപ്പോൾ ആദ്യം ഒന്ന് ചൂടാക്കി റിംഗ് ഗിയർ എക്സ്പാൻഷൻ സംഭവിച്ചു കഴിയുമ്പോൾ പതുക്കെ തട്ടി ഊരിയെടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ ഊരിയെടുത്ത ശേഷം റിംഗ് ഗിയർ പുതിയ റിംഗ് ഗിയറുമായിട്ട്, അതായത് പുതിയതായിട്ട് ഇനി ഫിറ്റ് ചെയ്യാനുള്ള റിംഗ് ഗിയറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. രണ്ടിൻ്റെയും ടീത്ത് ഒരേപോലെയാണോ, ഒരേ എണ്ണം ടീത്തുകളാണോ, ഒരേ പൊസിഷനിലാണോ എന്നുള്ളത് ഒന്ന് കമ്പയർ ചെയ്ത് ഉറപ്പ് വരുത്തുക. ഇനി റിംഗ് ഗിയർ ഫിറ്റ് ചെയ്യാനുള്ള സർഫസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് എമരി പേപ്പർ ഉപയോഗിച്ച് സർഫസിൽ വല്ല റസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം റിംഗ് ഗിയർ ഫിറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഈ റിംഗ് ഗിയർ ഫിറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ്റർഫറൻസ് ഫിറ്റാണ് രണ്ടും തമ്മിലുള്ളത്. എന്ന് വെച്ചാൽ റിംഗ് ഗിയർ ഫിറ്റ് ചെയ്യേണ്ട ഭാഗത്തിൻ്റെ ഡയമീറ്റർ റിംഗ് ഗിയറിൻ്റെ ഇന്നർ ഡയമീറ്ററിനേക്കാൾ കൂടുതലാവും. കണ്ടില്ലേ, ഇത് അതിനകത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ ആദ്യം റിംഗ് ഗിയർ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ചൂടാക്കണം. അപ്പോൾ അത് ലെവലാക്കി വെക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചൂടാക്കി ആവശ്യത്തിന് എക്സ്പാൻഷൻ ആയി കഴിയുമ്പോൾ റിംഗ് ഗിയർ എടുത്ത് ഫ്ലൈ വീലിൻ്റെ കറക്റ്റ് പൊസിഷനിൽ,
പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. കറക്റ്റ് പൊസിഷനിൽ വെച്ച് ചെറുതായിട്ടൊരു ഫോഴ്സിൽ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷനിലേക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ ഫ്രീ ആയിരിക്കും, റിംഗ് ഗിയർ അതിൻ്റെ പൊസിഷനിൽ ഫ്രീ ആയിട്ട് നിൽക്കും. ഇനി അത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ഗ്ലൗസസ് ഒക്കെ ധരിച്ചിട്ടുണ്ടാവണം. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. കുറച്ചൊരു തണുക്കുന്നതിനനുസരിച്ചിട്ട് അത് ടൈറ്റ് ആവുന്നത് കാണാം, പിന്നെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ആവാതെ വരുന്നതും കാണാം. അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് കൂളാവാൻ അനുവദിക്കുക, തണുപ്പിക്കൊന്നും വേണ്ട. അന്തരീക്ഷത്തിലുള്ള ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് സാവധാനം അത് തണുക്കുമ്പോൾ റിംഗ് ഗിയർ ഫ്ലൈ വീലിൽ ഫിറ്റ് ആവും. ഫ്ലൈ വീൽ ഓവറോളിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ക്രാങ്ക് ഷാഫ്റ്റ് ഓവറോളിങ്ങിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ തുടരും.